ബി.ജെ.പിക്ക് ഭരണം പിടിക്കാൻ സാധിക്കാത്ത തെക്കൻ സംസ്ഥാനങ്ങൾക്ക് നേരെ കേന്ദ്ര സർക്കാർ വിവേചനം തുടരുന്നതിനെതിരെ കൂടിയുള്ള പ്രതിഷേധമായിരുന്നു അടുത്തിടെ കേരള സർക്കാർ യു.ജി.സിയുടെ പുതിയ നയങ്ങൾക്കെതിരെ വിളിച്ചു ചേർത്ത യോഗം. ഇപ്പോഴിതാ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും സംസ്ഥാനത്ത് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. വിഷയം ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയമാണ്. നടക്കാനിരിക്കുന്ന ഡീലിമിറ്റേഷൻ പ്രക്രിയയെ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് മേൽ തൂങ്ങിയാടുന്ന വാളെന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിക്കുന്നത്. ബി.ജെ.പിക്ക് ഇതുവരെയും വലിയ തോതിൽ വേരൂന്നാൻ കഴിയാത്ത മേഖലയാണ് ദക്ഷിണേന്ത്യ. അങ്ങനെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിനിധ്യം കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ഡീലിമിറ്റേഷനിലൂടെ ശ്രമിക്കുന്നതെന്നാണ് പ്രധാന വിമർശനം. ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നതാണ് ഡീലിമിറ്റേഷൻ. പുതിയ സെൻസസിന് ശേഷമാകും ഇതിലേക്ക് കടക്കുക. പക്ഷേ 2021 നടക്കേണ്ട സെൻസസ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ മണ്ഡല പുനർനിർണയത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഡീലിമിറ്റേഷൻ നടത്തണമെന്നത് ഭരണഘടനാ വ്യവസ്ഥയാണ്. അനുച്ഛേദം 82 പ്രകാരം ഓരോ സെൻസസ് പൂർത്തിയായ ശേഷവും ഓരോ സംസ്ഥാനത്തിനും ലോക്സഭാ സീറ്റുകളുടെ വിഹിതം ജനസംഖ്യാ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കണം. കൂടാതെ ഓരോ മണ്ഡലങ്ങളിലുമുള്ള ജനസംഖ്യ രാജ്യത്തുടനീളം തുല്യമായിരിക്കണമെന്നും അനുച്ഛേദം 81 വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം ലോക്സഭയിൽ 550 അംഗങ്ങളിൽ കൂടാൻ പാടില്ലെന്നും ഇതേ അനുച്ഛേദം നിഷ്കർഷിക്കുന്നുണ്ട്. ഈ വ്യവസ്ഥകൾ പ്രകാരമാണ് സ്വതന്ത്ര ഡീലിമിറ്റേഷൻ കമ്മീഷനെ രാഷ്ട്രപതി നിയമിക്കുന്നത്. ഇതിൽ സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ വിരമിച്ച ജഡ്ജി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർ ഉൾപ്പെടും. ഭരണഘടനാ നിഷ്കർഷകളുണ്ടെങ്കിലും ഇന്ത്യയിൽ അവസാനമായി ഡീലിമിറ്റേഷൻ നടന്ന 2008 അടിസ്ഥാനമാക്കിയത് 1971 സെൻസസ് കണക്കുകളായിരുന്നു. ഇതിന് കാരണമായത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 42ാം ഭേദഗതിയുമായിരുന്നു. അതുപ്രകാരം ജനസംഖ്യാ നിയന്ത്രണമെന്ന കാരണം ചൂണ്ടിക്കാട്ടി 2001 സെൻസസ് വരെ 25 വർഷത്തേക്ക് അതിർത്തി നിർണയം മാറ്റിവെച്ചിരുന്നു. 2001 സെൻസസ് പ്രകാരം ജനസംഖ്യയിലെ മാറ്റങ്ങൾ കണക്കിലെടുത്ത് നിയോജക മണ്ഡല അതിർത്തികൾ പുനർനിർണയിച്ചെങ്കിലും മൊത്തം ലോക്സഭാ സീറ്റുകളുടെ എണ്ണവും ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ച സീറ്റുകളുടെ എണ്ണത്തിലും മാറ്റം വരുത്തിയിരുന്നില്ല. 2001 ഭരണത്തിലുണ്ടായിരുന്ന വാജ്പേയി സർക്കാർ 84ാം ഭേദഗതി അവതരിപ്പിച്ചതായിരുന്നു അതിന് പിന്നിൽ. 2026 ശേഷം നടക്കുന്ന ആദ്യ സെൻസസിന്റെ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതുവരെ ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്നതിനെ ഭേദഗതി മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഇനി നടക്കാൻ പോകുന്ന ഡീലിമിറ്റേഷനിൽ അത് മാറി 2026 ശേഷം നടക്കാനിരിക്കുന്ന സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഡീലിമിറ്റേഷൻ നടക്കുക. അതുപക്ഷേ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിയ തോതിൽ ബാധിക്കും. ഇന്ദിരാഗാന്ധി സർക്കാർ മുതൽ രാജ്യത്ത് അവതരിപ്പിച്ചു പോന്ന കുടുംബാസൂത്രണവും ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികളും ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയതിന്റെ പേരിലാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബാധിക്കപ്പെടാൻ പോകുന്നത് എന്നതാണ് വിരോധാഭാസം. പ്രത്യേകിച്ച് തമിഴ്നാടും കേരളവും. അതേസമയം യു.പി. പോലെയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം വ്യത്യസ്തമാണ്. ഈ കാലയളവിൽ തെക്കേ ഇന്ത്യയിൽ ജനസംഖ്യ നിയന്ത്രിക്കപ്പെട്ടപ്പോൾ യു.പി. പോലുള്ള സംസ്ഥാനങ്ങളിൽ അവ ഗണ്യമായി വർദ്ധിക്കുകയായിരുന്നു. പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ജനസംഖ്യാ നിയന്ത്രണം പാലിച്ച തെക്കൻ സംസ്ഥാനങ്ങൾക്ക് പുതിയ ഡീലിമിറ്റേഷൻ കനത്ത പ്രഹരമാകും ഏൽപ്പിക്കുക. നിലവിൽ ലോക്സഭയിലേക്കുള്ള പ്രാതിനിധ്യം വീണ്ടും കുറയുമെന്ന് ചുരുക്കം. മറുഭാഗത്ത് ജനസംഖ്യാ നിയന്ത്രണം പാലിക്കാതിരുന്ന വടക്കൻ സംസ്ഥാനങ്ങൾക്ക് ഡീലിമിറ്റേഷനിലൂടെ വലിയ നേട്ടമുണ്ടാവുകയും ചെയ്യും. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രിമാരായ സ്റ്റാലിനും പിണറായി വിജയനും സിദ്ധരാമയ്യയും അടക്കമുള്ളവർ വിമർശനം ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പ്രകാരം മുന്നോട്ടു പോയ സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുന്നതാകും ഇനി നടക്കാൻ പോകുന്ന ഡീലിമിറ്റേഷൻ എന്നാണ് അവർ ആരോപിക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ സംഗതി സത്യവുമാണ്. ലോക്സഭാ സീറ്റുകളുടെ കാര്യം നിലവിലെത്തിയതുപോലെ 543 സീറ്റുകളായി നിലനിർത്തുകയാണെങ്കിൽ അടുത്ത ഡീലിമിറ്റേഷൻ കഴിയുമ്പോഴേക്കും യു.പിക്ക് ലോക്സഭയിൽ 11 സീറ്റുകളാണ് വർദ്ധിക്കുക. ബീഹാറിന് 10, രാജസ്ഥാൻ 6 എന്നിങ്ങനെയാണ് വടക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യം. എന്നാൽ തെക്കോട്ട് വന്നാൽ തമിഴ്നാടിനും കേരളത്തിനും കുറയുക 8 വീതം സീറ്റുകളാണ്. നടക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന മറ്റൊരു സാഹചര്യം കൂടി പറയാം. പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ മിലൻ വൈഷ്ണവ് നടത്തിയ പഠനമനുസരിച്ച് ഒരു സംസ്ഥാനത്തിനും നിലവിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 848 വർദ്ധിപ്പിക്കണം. അവിടെയുള്ളൊരു പ്രശ്നം മേൽപ്പറഞ്ഞ വടക്കൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിനിധ്യം 75% വർദ്ധിക്കുമെന്നതാണ്. കേരളത്തിന് നിലവിലുള്ള 20 സീറ്റുകൾ അങ്ങനെ തന്നെയും തമിഴ്നാടിന് 10 സീറ്റുകൾ അധികം ലഭിക്കുകയും ചെയ്യുമെങ്കിലും യു.പിക്ക് കൂടുക 63ഉം ബീഹാറിന് 39ഉമാണ്. തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ഡീലിമിറ്റേഷനിലൂടെ ഒരു സീറ്റും നഷ്ടപ്പെടില്ലെന്നായിരുന്നു അടുത്തിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. എന്നാൽ ജനസംഖ്യാടിസ്ഥാനത്തിലാണോ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഡീലിമിറ്റേഷൻ നടക്കുക എന്ന കാര്യത്തിൽ ഇതുവരെയും അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുമില്ല. ജനസംഖ്യ അനുസരിച്ചാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾക്കാണ് അവരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. ഇത് റദ്ദ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെയാണ്. ചില സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെടുക അവർക്ക് അർഹമായ രാഷ്ട്രീയ പ്രാധാന്യവും. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ നിലവിലുയർത്തുന്ന വിഷയം അതീവ രാഷ്ട്രീയ ചർച്ചകൾ ആവശ്യപ്പെടുന്നതാണ്. ഇതിലെല്ലാവർക്കും സാധ്യമായൊരു പരിഹാരം എങ്ങനെയാകും കണ്ടെത്തുക എന്നത് രാജ്യത്തെ ഫെഡറൽ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.